ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരള വനിതാ പോലീസിന്റെ നേതൃത്വത്തിൽ സ്വയം പ്രതിരോധ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കുകയാണ്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ സൗജന്യ സ്വയം പ്രതിരോധ പരിശീലന ക്ലാസുകൾ നമുക്കൊന്ന് കാണാം. ദുർബലമായ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിനകത്ത് മൂക്കിലേക്ക് ബലം കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ശക്തമായിട്ട് ചെവിയിലേക്ക് ശക്തമായിട്ട് അടിച്ച് രക്ഷപ്പെടാം. ഇനി അതും അല്ലെങ്കിൽ ത്രോട്ടിലേക്ക് പെട്ടെന്ന് ബലം കൊടുക്കാം. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ 2015 മുതൽ സംസ്ഥാനത്തുടനീളം വനിതകൾക്കും കുട്ടികൾക്കും സൗജന്യ സ്വയം പ്രതിരോധ പരിശീലനം നൽകി വരികയാണ്. ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു റിഫ്ലക്സ് ആക്ഷനാണ് ഒന്ന് പുറകിലേക്ക് ഒന്ന് ബലം പിടിക്കുക എന്നുള്ളത്. ഇത് നോർമലി നമ്മൾ അത് തന്നെ ചെയ്യുന്നു. ഇതോടൊപ്പം വളരെ പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് അക്രമിയുടെ അടുത്തേക്ക് എടുക്കുകയും കൈമുട്ട് മടക്കി മുകളിലേക്ക് ഉയർത്തിയെടുക്കുകയും ചെയ്യുന്നു. സ്കൂളുകൾ, കോളേജുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ കൂട്ടായ്മകൾ എന്നിവിടങ്ങളിലെല്ലാം വനിതാ പോലീസുകാരെത്തി ക്ലാസ് എടുക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമം കൂടി വരുന്ന സമയത്ത് അവരെ സ്വയം പ്രതിരോധിക്കാൻ പ്രാപ്തരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആ എതിരാളിയുടെ ദുർബലമായ ശരീരഭാഗങ്ങൾ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ബലമുള്ള ഭാഗങ്ങൾ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ പരിചയപ്പെടുത്തുകയും ഈ ഭാഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അതിക്രമ സന്ദർഭങ്ങളെ നേരിടാനുള്ള ഒരു പ്രായോഗിക പരിശീലനം നൽകുകയുമാണ് ചെയ്യുന്നത്. ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിലാണ് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇൻഡിവിജ്വലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഗൂഗിൾ ഫോം വഴി രജിസ്ട്രേഷൻ നടത്തുകയും ഈ ഒരു പരിപാടി നടക്കുന്ന വേദിയിലേക്ക് വന്നാൽ 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പരിശീലനം നേടാനും കഴിയുന്നതാണ്. വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും വനിതാ പോലീസിന്റെ നേതൃത്വത്തിൽ ജ്വാല 2.0 എന്ന പേരിൽ മാർച്ച് 2-3 തീയതികളിൽ സൗജന്യ സ്വയം പ്രതിരോധ പരിശീലനം സംഘടിപ്പിച്ചു. സ്വയം രക്ഷ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് പരിശീലനത്തിൽ പങ്കെടുത്തവർ പറയുന്നു. എന്നാൽ പെട്ടെന്ന് സഡനായിട്ട് നമുക്കൊരു അതിക്രമം വരുമ്പോൾ എങ്ങനെ പെട്ടെന്ന് ചെറിയ ട്രിക്കുകളിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നതാണ് ഈ സെൽഫ് ഡിഫൻസിലൂടെ നമുക്ക് കിട്ടുന്ന വളരെ പ്രയോജനകരമായ ഒന്നെന്ന് പറയുന്നത്. അതിന് മുകൾ വശത്തായിട്ട് ഒന്ന് മുടിയിലേക്ക് മുറുകെ പിടിക്കുക. അപ്പം എതിരാളിക്ക് മുന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു വരിക. തിരിഞ്ഞു വന്ന് ഈ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം, അതായത് ഈ കൈ കൊണ്ട് മുഖത്തേക്ക് അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ശക്തമായൊരു ശബ്ദം കൂടെ എടുക്കുക. അതായത് നമ്മുടെ ശബ്ദത്തിന് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, എതിരാളിയെ മാനസികമായിട്ട് തളർത്താൻ ഉപകരിക്കും. അത് മാത്രമല്ല, മറ്റുള്ളവർ അത് കേട്ട് നമുക്ക് സഹായം തരാൻ, അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധയെ നമുക്ക് ആകർഷിക്കാനും നമ്മുടെ ശബ്ദം കൊണ്ട് കഴിയും. 2, 3, 4. ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കുമെന്ന ആത്മവിശ്വാസമാണ് സ്വയം പ്രതിരോധ പരിശീലനം ഓരോ സ്ത്രീക്കും നൽകുന്നത്. അതുതന്നെയാണ് ഇതിന്റെ പ്രാധാന്യവും. ക്യാമറാമാൻ സജികുമാറിനൊപ്പം സന്ധ്യ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.